ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ പാപിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭയപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും. ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ പാപിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും. ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ പാപിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. വൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിക്കുരുക്കാതിൽ വീണതില്ല. വൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിക്കുരുക്കാതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാ തുമ്പമൊന്നും വീശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാ തുമ്പമൊന്നും വീശില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും. ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ പാപിൽ ചേർക്കും. സ്നേഹമാകും യേശുവേ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അവരോട് എനിക്ക് അലിവ് തോന്നുന്നു എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കൂടപ്പിറപ്പുകളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ താൻ വ്യത്യസ്ത നിലയിലുള്ള അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ ചെയ്തതായി തിരുവചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പവും മീനും വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്ത 2 അത്ഭുതങ്ങളിൽ രണ്ടാമത്തേതാണ് 7 അപ്പം വാഴ്ത്തി വർദ്ധിപ്പിച്ച് 4000 പുരുഷന്മാർക്കും അവരുടെ സ്ത്രീകളും മക്കൾക്കും കൂടി ഭക്ഷിപ്പാനായിട്ട് കൊടുത്തത്. 3 ദിവസം ഒന്നും ഭക്ഷിക്കാതെ കർത്താവിനൊപ്പം കഴിഞ്ഞ പുരുഷാരത്തിൻ്റെ തൽസ്ഥിതിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത് എനിക്ക് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള കർത്താവാണ്. കർത്താവിന് മനസ്സലിവ് തോന്നുന്ന ജീവിതങ്ങൾ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തന്നോടുകൂടെ നടക്കുന്നവരെ, തൻ്റെ കൂടെ പാർക്കുന്നവരെ നന്നായി അറിയുന്ന ഒരു കർത്താവ്. നോക്കൂ, കർത്താവോട് പറയുന്നത് 3 നാളായി എന്നോടുകൂടി പാർക്കുന്ന ഈ പുരുഷാരം. കർത്താവ് പറയുന്നു എന്നോടുകൂടി പാർക്കുന്ന ജനം. നോക്കൂ പ്രിയരെ,
തൻ്റെ കൂടെ പാർക്കുന്ന ജനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, വിചാരിക്കുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ഇന്നും ഇങ്ങനെ തന്നെ കർത്താവ് ചിന്തിക്കുന്നു, നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നു. പ്രിയരെ, കർത്താവിനോടുകൂടി പാർക്കുന്നവർ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതില്ല എന്ന് തിരുവചനം വ്യക്തമാക്കി തരികയാണ്. ഒന്നിനെക്കുറിച്ചും അവർ വിചാരപ്പെടേണ്ടതില്ല. തക്ക സമയത്ത് നാഥൻ പ്രവർത്തിക്കും. തക്ക സമയത്ത് അവൻ്റെ കൽപ്പന പുറപ്പെടുവിക്കും. അനേക ദൈവമക്കളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുന്നത് അവർ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ശ്രദ്ധയൂന്നുമ്പോഴാണ്. കർത്താവിനോടൊപ്പമാണെങ്കിൽ കർത്താവ് നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ളവനാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പു തരുന്നു. കർത്താവിനൊപ്പം പാർത്തിട്ട് നാം സ്വാർത്ഥ താല്പര്യത്തോടെ വിചാരപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയായാൽ അത് പരാജയമായിരിക്കും. കർത്താവും വിചാരിക്കും, എന്നാൽ നീ അത് ചെയ്യ്, എനിക്ക് നിന്റെ ജീവിതത്തിൽ കാര്യമൊന്നുമില്ലല്ലോ. അവനോടുകൂടെ പാർക്കുന്നവരുടെ ജീവിതത്തിൽ എന്തു വന്നാലും പ്രിയരെ, അവരുടെ ശ്രദ്ധയും ലക്ഷ്യവും കർത്താവിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. വചനം അതാണ് ഉപദേശിക്കുന്നത്. അവരുടെ ആശ്രയം കർത്താവിൽ മാത്രമായിരിക്കണം. ഇവിടെ നാം വായിച്ച വാക്യത്തിൽ 3 നാളായി കർത്താവിനരികിൽ വന്ന് തന്നിൽ കൂടി മുഴങ്ങുന്ന നിത്യജീവ മൊഴികൾ കേട്ടുകൊണ്ട് തന്നോടൊപ്പം അവിടെ തന്നെ പാർത്ത ജനം, തൻ്റെ അരികിൽ വന്ന സമയം മുതലുള്ളതും അവരെ അവരുടെ കൂടാരങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന സമയം വരെയുള്ള നാളുകളുടെ കാര്യങ്ങൾ, മണിക്കൂറുകളുടെ കാര്യങ്ങൾ അറിഞ്ഞ് വളരെ കൃത്യമായ ഇടപെടലിലൂടെ കർത്താവ് അവർക്ക് വേണ്ടി നടത്തുകയാണ്. പ്രിയരെ, നാം കർത്താവിൻ്റെ വിളി കേട്ട് അവനരികിൽ വന്ന നിമിഷം മുതൽ, വന്ന നാൾ മുതൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ, നാം ആയിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ ഈ നിമിഷം വരെയുള്ള സകല വിഷയങ്ങളും നമ്മുടെ കർത്താവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂടപ്പുറപ്പെ, താങ്കൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നാളിതുവരെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സൗഖ്യമോ വിടുതലോ അനുഗ്രഹമോ ലഭിച്ചിട്ടില്ല, നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന സ്ഥിതിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും പതറിപ്പോകരുത്, അധൈര്യപ്പെട്ട് പിന്മാറിപ്പോകുകയും വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിക്കുന്ന ഒരു നിമിഷം നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഉണ്ട് എന്ന് മറന്നു പോകണ്ട. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നവൻ. ഒരു വാക്ക് കൽപ്പിച്ചാൽ കൂടപ്പുറപ്പേ സൃഷ്ടിപ്പ് നടക്കും, ഇല്ലാത്തതുണ്ടാകും, തുറക്കപ്പെടേണ്ടത് തുറക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ആഗ്രഹിച്ചൊരു വിടുതൽ ഉളവായില്ല എങ്കിലും, ഞാൻ ചോദിച്ച ഒരു സൗഖ്യം ലഭിച്ചില്ല എങ്കിലും ഞാൻ തളരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ നന്നായി അറിയുന്നവൻ, എന്നെ കാണുന്നവൻ, എൻ്റെ കൂടെയുള്ളവൻ, എന്നെ വിളിച്ചവൻ എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കും എന്ന ഉറച്ച വിശ്വാസം ഉള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. പ്രിയരെ, കർത്താവിൻ്റെ സമയത്ത് അവൻ തൻ്റെ പ്രവൃത്തി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ഭാരങ്ങളിൽ, എൻ്റെ രോഗങ്ങളിൽ, എൻ്റെ ശരീരത്തിൽ അവൻ ചെയ്യും എന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ സമയത്തെ പ്രിയരെ അവനൊരു വിടുതൽ ചെയ്യുകയുള്ളൂ. 3 ദിനം കർത്താവിനൊപ്പം കഴിഞ്ഞവരുടെ ജീവിതത്തിൽ 1-ാം ദിവസമല്ല, 2-ാമത്തെ ദിവസവുമല്ല, 3-ാം ദിനമാണ് അവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇടപെട്ടത്. പ്രിയരെ, 3-ാം ദിനവും കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ് എന്ന് തിരിച്ചറിയുക. അവൻ മനസ്സലിവുള്ളവനാണ്, അവൻ ഇടപെടുന്നവനാണ്. കൂടെ പാർത്തിട്ട് ഇടയ്ക്കിറങ്ങിപ്പോയവർക്ക് 3-ാമത്തെ ദിവസത്തെ വിടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നോർക്കണം. അന്ത്യം വരെ, അവസാനം വരെ പ്രിയരെ അവനോടൊപ്പം കഴിയുക, അവൻ്റെ വാക്കിനായി കാത്തിരിക്കുക. നിങ്ങളുടെ ഇല്ലായ്മ കാണുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ വേദന അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്തൊക്കെ
നിങ്ങൾക്കുണ്ട് എന്നതിലുപരി എന്തൊക്കെ നിങ്ങൾക്കില്ല എന്നറിയുന്നവൻ, ഇല്ലായ്മയും വല്ലായ്മയും തിരിച്ചറിയുകയും അത് പരിഹരിച്ചു തരികയും ചെയ്യുന്നവൻ, അവനോടൊപ്പം കഴിയുന്നവരെ മറക്കാൻ കഴിയാത്ത കർത്താവ്, അവരോടവൻ അലിവ് കാട്ടും, അവരോടവൻ മനസ്സലിവ് കാണിക്കും. കയ്യിലുള്ളതിനെ കരങ്ങളിലെടുത്ത് വർദ്ധിപ്പിക്കുന്ന കരുണാമയനായ കർത്താവ് നിങ്ങൾക്കുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ പ്രിയരെ, ഒരു വെപ്രാളത്തിനും ഒരു പരവേശത്തിനും നിങ്ങൾ ഇടം കൊടുക്കേണ്ട. കൂടപ്പിറപ്പേ, നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ആരെല്ലാം നിങ്ങളുടെ മുൻപിൽ കൈമലർത്തിയാലും, ആരൊക്കെ നിങ്ങളെ കൈയൊഴിഞ്ഞാലും, ഒരിക്കലും കൈയൊഴിയാത്തവൻ, വെറും കൈയായി നിങ്ങളെ പറഞ്ഞു വിടാത്തവൻ, മനസ്സലിവ് നിങ്ങളോട് കാണിക്കുന്നവൻ, കൂടപ്പിറപ്പേ, ഇന്നോ നാളെയോ നിങ്ങൾക്ക് വേണ്ടി കൽപ്പിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾക്ക് വേണ്ടി തുറക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാൻ വീണ്ടും ഒരു അവസരം കൂടെ തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരമുള്ളവരുണ്ട്, വേദനയുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, നെടുവീർപ്പിടുന്നവരുണ്ട്, ഭീഷണിയുടെ ഞരക്കത്തിനൊക്കെ മുൻപിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, അങ്ങയോട് കൂടെ പാർക്കുവാൻ വന്നവരാണ്, ഇടയ്ക്കിറങ്ങി പോകാതെ നിൽക്കുന്നവരാണ്. കർത്താവേ, അങ്ങനെയാണെങ്കിൽ അവരെ അവരുടെ ജീവിതത്തിൽ മൂന്നാമത്തെ ദിവസം വെറുങ്കൈയായി പറഞ്ഞു വിടാൻ കഴിയാത്തവനാണ് ഞങ്ങളുടെ കർത്താവ്. ഞങ്ങളുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങളോട് മനസ്സലിവ് കാണിക്കണമേ. ഇന്ന് പകലിൽ അർഹതപ്പെട്ട ചില മറുപടികളും വിടുതലുകളും കൽപ്പിച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജനമാ വിടുതൽ അനുഭവിച്ച ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. എന്നെ കരുതും ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാറിച്ചേർക്കും സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും ഉള്ളംകരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ ആവിച്ചേർക്കും സ്നേഹമാകും യേശുവേ. വൃത്തിലെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. വൃത്തിലെന്നെ വഹിച്ചതിനാൽ ഉള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും വീശിയില്ല.